എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള എള്ളും അവിലും വിളയിച്ചതാണ്. പ്രായഭേദമന്യേ കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണിത്. കർക്കിടക മാസത്തിൽ തയ്യാറാക്കുന്ന പല ഹെൽത്തി റെസിപ്പീസിലും എള്ളിന് വലിയൊരു പങ്കുണ്ട്. വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഹെൽത്തി റെസിപ്പീസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് 1.5 കപ്പ് കറുത്ത എള്ളെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. എള്ളിൽ ഒരുപാട് വേസ്റ്റൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കഴുകി എടുക്കുന്നത്. ശർക്കര പാനി തയ്യാറാക്കുന്ന ടൈമിൽ ഇത് ചെറുതായിട്ടൊന്ന് വെയിൽ കൊള്ളിക്കാം. ഇനി പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മുടെ എള്ളിൻ്റെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടായ ചട്ടിയിലിട്ടിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വറുത്തെടുക്കാം. ഹെൽത്തി ഫാറ്റ്സിൻ്റെയും ഫൈബറിൻ്റെയും പ്രോട്ടീൻ്റെയും ഒക്കെ ഗുഡ് സോഴ്സാണ് എള്ള്. എള്ളിൽ കാൽഷ്യം, മഗ്നീഷ്യം, അയൺ, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ നമ്മുടെ ദഹനത്തിന് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എള്ള് പാകമാകുമ്പോൾ നല്ല മണവും നന്നായിട്ട് ഇത് പൊട്ടി വരികയും ചെയ്യും. അതുവരെ ഇത് ലോ ഫ്ലെയിമിൽ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി നമുക്ക് അവിൽ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. മട്ട അവിലാണ് ഒന്നും കൂടി നല്ലത്, പക്ഷെ ഞാനിവിടെ വെളുത്ത അവിലാണ് എടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അവിൽ ക്രിസ്പിയായി വരുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കും ഓർമ്മശക്തിക്കും ഈ ഒരു റെസിപ്പി ബെസ്റ്റാണ്. ഇനി ഇതിലേക്ക് നട്ട്സും തേങ്ങയും വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഏത് നട്ട്സ് ആൻഡ് സീഡ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ സീഡും 2 ടേബിൾ സ്പൂൺ പംകിൻ സീഡും ഞാനിവിടെ വറുത്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ ബദാമോ കാഷ്യൂസോ പൊട്ടുകടല എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഒരു 1/4 കപ്പ് നിലക്കടല കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിലക്കടല മാത്രമായിട്ട് നമുക്ക് 1/2 കപ്പോ 1 കപ്പോ എടുക്കാവുന്നതാണ്. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നട്ട്സ് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇത് ഓൾറെഡി വറുത്ത പീനട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം ഒന്ന് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് മൂപ്പിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് വരെ തേങ്ങ നമുക്കിത് വറുത്തെടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ. തേങ്ങയും റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 4 ഏലക്കയുടെ കുരു ചതച്ചതും 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയൊക്കെ പാകമായി വന്നതിന് ശേഷം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവിലും എള്ളും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നന്നായിട്ട് കോട്ടാകുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. മക്കൾക്കൊക്കെ വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ടും ശരീര സൗന്ദര്യത്തിനും എള്ളിൻ്റെ ബലത്തിനും മുടിയുടെ വളർച്ചയ്ക്കും രക്തക്കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എള്ള് നമ്മളെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കർക്കിടക മാസത്തിൽ മാത്രമല്ല, നമുക്കിത് ഏത് കാലാവസ്ഥയിലും ഏത് സമയത്തും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. വൈകുന്നേരം ചായയുടെയൊക്കെ കൂടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സ്നാക്ക് കൂടിയാണിത്. അങ്ങനെ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്തിട്ടുള്ള മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത് ചൂടോടെ കഴിക്കാനും നല്ലതാണ്, അല്ലെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് നമുക്കിത് പുറത്തും സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായും പറയണേ. കൂടുതൽ റെസിപ്പീസൊക്കെയായി എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക്